മുൻ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വീട്ടിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡിനിടെ പ്രതിഷേധിച്ച CPM നേതാക്കൾക്കെതിരെ പോലീസ് കേസ്. ജില്ലാ സെക്രട്ടറി M മെഹബൂബ്, V വസീഫ്, A പ്രദീപ് കുമാർ തുടങ്ങി 57 നേതാക്കൾക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. അഞ്ജന സുകുമാരൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. അഞ്ജന, എന്താണ് കേസിന്റെ വിവരങ്ങൾ? ഇന്നലെ സംസ്ഥാന വ്യാപകമായും ഒപ്പം തന്നെ കർണാടകയിലെയും 12 കേന്ദ്രങ്ങളിലായി ED ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധന. അതിലൊരു കേന്ദ്രം ഒത്തുമണിയിലുള്ള ബേപ്പൂർ MLA PA മുഹമ്മദ് റിയാസിന്റെ വസതിയായിരുന്നു. അവിടെ ED പരിശോധന നടത്തുന്ന വേളയിൽ തന്നെ വീടിന് മുൻവശത്തായി CPM നേതാക്കൾ വലിയ പ്രതിഷേധം നടത്തിയിരുന്നു. ആ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ 7 നേതാക്കളുടെ പേര് പറയുന്നു. ഒപ്പം തന്നെ കണ്ടാൽ അറിയാവുന്ന 50 പേർക്കെതിരെയുമാണ് മെഡിക്കൽ കോളേജ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിലാദ്യം CPM ജില്ലാ സെക്രട്ടറി M മെഹബൂബ്, ഒപ്പം തന്നെ CPMന്റെ സംസ്ഥാന സമിതി അംഗങ്ങളായ P മോഹൻ മാസ്റ്റർ, ഒപ്പം A പ്രദീപ് കുമാർ, DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P നിഖിൽ, CP മുസാഫിർ അഹമ്മദ് തുടങ്ങി 7 പേർ. അതോടൊപ്പം തന്നെ കണ്ടാൽ അറിയാവുന്ന മറ്റ് 50 പേർക്കെതിരെ, അങ്ങനെ 57 പേർക്കെതിരെയാണ് മെഡിക്കൽ കോളേജ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇവർക്കെതിരെ എടുത്തിട്ടുള്ള ഈ കേസ് അത് സ്വമേധയാ എടുത്തതാണ് എന്നുള്ളതാണ് മെഡിക്കൽ കോളേജ് പോലീസ് FIR സൂചിപ്പിക്കുന്നത്. അത് നിയമവിരുദ്ധമായി റോഡിലും ഒപ്പം തന്നെ MLAയുടെ വീടിന് മുന്നിലുള്ള വഴിയിലും മുദ്രാവാക്യം വിളിക്കുകയും ഒപ്പം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരുമായി ബലപ്രയോഗം നടത്തുകയും റോഡിൽ കുത്തിയിരുന്ന ഗതാഗത തടസ്സം ഉണ്ടാക്കി എന്നതുൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് ഈ നേതാക്കൾക്കും അതോടൊപ്പം തന്നെ പ്രവർത്തകർക്കും ഉൾപ്പെടെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ തിരച്ചിലിന് ശേഷം ED മടങ്ങുന്ന സമയത്ത് ഉദ്യോഗസ്ഥരുടെ വാഹന തടസ്സം സൃഷ്ടിക്കാൻ ഈ നേതാക്കളും പ്രവർത്തകരും ശ്രമിച്ചതായും FIRൽ പറയുന്നുണ്ട്. ഏതായാലും 5 വകുപ്പുകൾ ചുമത്തിയാണ് ഇവർക്കെതിരെ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ശരി, 5 വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. റിയാസിന്റെ വീട്ടിലെ ED റെയ്ഡുമായി ബന്ധപ്പെട്ട് അവിടെ പ്രതിഷേധിച്ച 57 CPM നേതാക്കൾക്കെതിരെയാണ് കേസ്.